ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്നേ വരെ പുറത്തു പോയിട്ട് റീ എൻട്രി നടത്തിയ എക്സ് കണ്ടസ്റ്റൻസിന് അപേക്ഷിച്ച് ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നെന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം. ഏറ്റവും മോശപ്പെട്ട കണ്ടസ്റ്റൻസ് തങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷം പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് പറയുന്നത് ഒന്നാമത്തെ തെറ്റ്. ഇതിൻ്റെ പേരിൽ ബിഗ് ബോസ് പലപ്പോഴും പല കണ്ടസ്റ്റൻസിനെയും പല സീസണുകളിൽ നിന്നും വാൺ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ റോബിൻ പുറത്തു നിന്ന് അകത്തേക്ക് വന്ന ശേഷം പുറത്തെ കാര്യങ്ങൾ അവിടെ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് റോബിനെ അവിടുന്ന് രണ്ടാമതും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനൊരു ചരിത്രമുണ്ട് ബിഗ് ബോസിന്. ആ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുറത്തെ കാര്യങ്ങൾ ഇനി ഒരു നുണക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോലും ഇത്രയും വൃത്തികെട്ട മനുഷ്യരുണ്ടാകുമോ എന്ന് സംശയമാണ്. അതാണ് ഈ കുടുംബ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ബിഗ് ബോസ് വച്ച് നീട്ടുന്നത്. ഇത്രയധികം മോശപ്പെട്ട മനുഷ്യരെ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ കുറച്ച് നാൾ മുന്നേ നമ്മൾ നടത്തിയ പരിപാടിയിൽ പറഞ്ഞതുപോലെ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നോ എടുത്തു കൊണ്ടുവന്ന കണ്ടസ്റ്റൻസിൻ്റെ അത്ര തന്നെ മാലിന്യം ഇവരിലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രമാത്രം മലീമസമായ കണ്ടസ്റ്റൻസ്. അവിടെയുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ആദിലയും നൂറയൊക്കെ വളരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അനുമോൾക്കെതിരെ തിരിക്കുക. ആദിലയും നൂറയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് മറ്റൊരാളെ വിശ്വസിക്കുകയും കൂടെ നിൽക്കുന്ന ആളിനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളിനെ സുഹൃത്തുക്കളായിട്ട് വയ്ക്കാനേ പാടില്ല. ഞാൻ അനുമോളെ ന്യായീകരിക്കുകയല്ല. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് പിഴവുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അനുമോൾ മാത്രമല്ല ആ പിഴവുകൾ കാണിച്ചത്. പിന്നെ ആദില നൂറയും കാണിച്ചിട്ടുണ്ട്, അവിടെ വരുന്ന ബിൻസി കാണിച്ചിട്ടുണ്ട്. ബിൻസിക്ക് മുമ്പ് വന്ന ആൾക്കാർ എത്രയോ പേരെ വളരെ മോശമായ രീതിയിൽ, ഇവൻ ജിസേലിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആദില നൂറ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവിടെ എല്ലാ ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിഞ്ഞിട്ടുണ്ട്. വളരെ മോശം മനുഷ്യരാവണമെന്ന് അവരാദ്യം തന്നെ തെളിയിച്ചതുമാണ്. അനീഷ് മാത്രമാണ് ഇതിനൊരു അബറേഷൻ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്ലേ ചെയ്യുന്നത് അനീഷ് മാത്രമാണ്, ഗെയിം ചെയ്യുന്നത് അനീഷ് മാത്രമാണ്. ബാക്കി എല്ലാ ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറഞ്ഞിട്ടുണ്ട്. അക്ബറൊക്കെ വളരെ ഭീകരമായ രീതിയിൽ നുണ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസിന് നമുക്ക് നുണ എന്ന് പറയുന്നത് നുണയൻ എന്നതിൻ്റെ പര്യായമായിട്ട് ഷാനവാസിനെ കൂട്ടാം. അത്രമേൽ നുണകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇവർക്ക് എന്ത് യോഗ്യതയാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യാനായിട്ട്? അപ്പം അനുമോൾ നല്ല ആൾ എന്നല്ല. അനുമോൾ ഇപ്പോൾ അനീഷിനോട് ചെയ്ത ചെയ്തിയോടും നമുക്ക് ഒരു നല്ല കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. ആ മനുഷ്യൻ്റെ ക്യാരക്ടറിൽ നിന്ന് മാറ്റിയിട്ട് ആ രീതിയിലേക്ക് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന ആ മനുഷ്യനെ ഒരു ഇമോഷണൽ ട്രോമയിലേക്ക് എത്തിക്കാൻ വേലും തൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഒരു ഇമോഷണൽ ട്രോമയിലേക്ക് കൊണ്ടു ചെന്നെറിയാൻ പോലും ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് അനുമോൾ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഒരു കുലസ്ത്രീ എന്നോ അല്ലെങ്കിൽ ഒരു സദാചാരവാദി എന്നോ ഒക്കെ പറയും. തൻ്റെ കാര്യം വരുമ്പോൾ ഇതെല്ലാം മറക്കും, എന്നിട്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്തും. ഈ രീതിയിലാണ് അവിടുത്തെ ഷോ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന അതിനപ്പുറം തന്നെ ഒരു നല്ല ഗെയിമർ എന്ന് നമുക്ക് ആരെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് പറയാൻ പറ്റുമെങ്കിൽ അന്വേഷണം മാത്രമാണ്. ബാക്കി എല്ലാം ഇത്രമേൽ മോശമായ ഒരു നുണക്കൂട്ടത്തെ ബിഗ് ബോസ് സീസൺ ഇതുവരയ്ക്കും കണ്ടില്ല. ഇത്തരം കണ്ടസ്റ്റൻസിന് റീ എൻട്രി കൊടുക്കാനേ പാടില്ലായിരുന്നു. എന്തായാലും വരുന്ന ആഴ്ചയിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയാം. ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് മസ്താനി പുറത്ത് ഇറങ്ങിയത് എന്ന് ജിഷ്ണൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഇപ്പോൾ റീ എൻട്രി നടത്തിയ ആൾക്കാരും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് അല്ല തുണി തന്നെ മൂടിക്കൊണ്ട് നടക്കേണ്ടി വരും. ആ രീതിയിൽ അവർ വീണ്ടും അതിനെ വളച്ചൊടിച്ച് മറ്റു രീതിയിലാക്കി കഴിഞ്ഞു. സ്ക്രീൻ സ്പേസിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. എന്തായാലും വരുന്ന ആഴ്ചയിൽ കാണാം. എല്ലാം ശുഭകരമായി പരിവസാനിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.